അസ്സലാമലൈക്കും. മഹാനായിരിക്കുന്ന ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനമാണ് സാധാരണ ആഘോഷിക്കുന്നത്. അവിടുത്തെ മറിച്ച് മറ്റുള്ള മഹാന്മാരായിരിക്കുന്ന മഹത്തുക്കളുടെ ആണ്ടു നേർച്ചകളാണ് നടക്കാറുള്ളത്. എന്തുകൊണ്ടാണ് അന്ത്യപ്രവാചകരുടെ ആണ്ടു നേർച്ച നടത്താത്തത്? അവിടുത്തെ ആണ്ടു നേർച്ച നടത്താൻ എന്താ സുന്യാക്കത്തിലെ പേടി? സുന്യാക്കന്റെ ആണ്ടു നേർച്ചയോട് വലിയ പേടിയില്ല. ഔസുമുദ്ദീന്റെ ആണ്ടു നേർച്ച നടത്തുന്നുണ്ട്, ഇഫായ് ഷേഖിന്റെ ആണ്ടു നേർച്ച നടത്തുന്നുണ്ട്, വലിയ വലിയ മഹത്തുക്കളിൽ നിങ്ങൾ പറയുന്ന കൂട്ടരൊക്കെ ആണ്ടു നേർച്ച നടത്തുന്നുണ്ട്. അറസൽനാക്കില്ല റഹ്മത്തില്ല സർവ്വലോകത്തിന് അനുഗ്രഹീതരായ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്ടു നേർച്ചകളാരും നടത്തുന്നില്ല. എന്റെ അതിന് സംശയം തീർക്കേണ്ടതുണ്ട്. ഞങ്ങൾ വലിയ ബേജാറിലുള്ളത്. ഒരു ആണ്ട് നേർച്ചന്റെ സംശയത്തിന്റെ വിഷയത്തിൽ നിങ്ങളിപ്പോ ഇത്ര ബേജാറായാലേ സംഗതി ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രശ്നമാക്കണ്ട. ഇൻഷാ അല്ലാഹ് അത്തരം ബേജാറുകൾക്കൊക്കെ നല്ല മരുന്ന് കൊടുത്ത് പരിചയമുള്ള റൂമാണ് STV. അതുകൊണ്ട് നിങ്ങള് കറക്റ്റ് ഹോസ്പിറ്റലിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ രോഗമൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ, എല്ലാ ബേജാറും. അപ്പോ നിങ്ങൾ ചോദിക്കണത് ഇപ്പൊ അതാണ്, എന്താണിപ്പോ എല്ലാരും ആണ്ട് നേർച്ചയാണല്ലോ നടത്തലിരുന്ന, അതന്നെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു പൊട്ടത്തര കേട്ടോ. ഈ ആണ്ട് നേർച്ച നിങ്ങൾ വിചാരിച്ചത് മരിച്ചത് എന്നാണ്. ഈ ആണ്ട് എന്ന് പറഞ്ഞാൽ മലയാള പദമാണ് സുഹൃത്തെ. എന്താ ഈ ആണ്ടിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ആണ്ട് എന്തതിന്റെ അർത്ഥം? ആണ്ട് എന്നുള്ള മലയാള പദത്തിന്റെ അർത്ഥം എന്താ? അറിയണമല്ലോ, അടിച്ചാട്ടെ ഇവിടെ. ആണ്ട് എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ കേട്ടണ ഞങ്ങൾ കുറെ ആളുകളുടെ ആണ്ട് ഒന്നിച്ച് നടത്തുന്ന ഒരു ദിവസമുണ്ട്, റമദാൻ 17 ബദരീങ്ങൾ ആണ്ടാണെന്ന്. അന്ന് ബദരീങ്ങളൊക്കെ മരിച്ച അന്നായിരിക്കപ്പോ നിങ്ങള് എന്താ ചെയ്യ? ബദരീങ്ങൾ മരിച്ചത് അന്നായിരിക്കപ്പോ നിങ്ങള് ബദരീങ്ങൾ ആണ്ട് എന്ന് പറഞ്ഞാല് അവരുടെ ജീവിതത്തിൽ സുപ്രധാനമായ സംഭവങ്ങൾ ഉണ്ടായ, അവരെ ലോകത്ത് അനുസ്മരിക്കപ്പെടാൻ കാരണമായ ആ സംഭവം ഉണ്ടായ ദിവസമാണ് ബദർ ദിനം. അപ്പൊ ആ ദിവസത്തിൽ ബദരീങ്ങൾ ആണ്ട് അവരെ അനുസ്മരിക്കാനുള്ള ദിവസമായി ഞങ്ങൾ അന്ന് വെച്ചു. അന്ന് അനുസ്മരണം ഞങ്ങൾ നടത്തുന്നത് അന്ന് മരിച്ചതുകൊണ്ടല്ല, മനസ്സിലായോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും ഒരേ ദിവസത്തിലാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളി. അപ്പൊ ഒരേ ദിവസം രണ്ടുകൂടി വരുമ്പോ അവിടെ തെർജീഹ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല. നഹ്വുൽ വാദിയിലൊന്നും അത് ഉണ്ടാവില്ല. കുറച്ച് കിതാബോധി ആൾക്കാർക്ക് ഇപ്പൊ അത് മനസ്സിലാവുള്ളൂ. തെർജീഹ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം ഒരുപോലെ വരുമ്പോ അതിന് ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? അതിന് ഒരു പഠനമുണ്ട്. ആ മുൻഗണന ക്രമം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഓതിയ ആയത്തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ് നിങ്ങൾ ഓതിയ ആയത്ത്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്, നബിയെ തങ്ങളെ ലോകത്തിന്റെ റഹ്മത്തായിട്ടാണ് അല്ലാഹു തആല അയച്ചിട്ടുള്ളത് എന്നാണ്. ലോകത്തിന് റഹ്മത്തായിട്ടാണ് അയച്ചത്. അപ്പൊ അയച്ചതാണ് വിഷയം. ആ അയക്കുമ്പോ ദുനിയാവിലേക്ക് വരുന്നത് ജനനത്തിലൂടെയാണല്ലോ. അതേ സ്ഥാനത്ത് നബി ആയതെന്ന ജനിക്കുമ്പോഴല്ല. വ അന നബിയുൻ വ ആദമു മുൻജദിലും ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നബി ആയിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അയക്കുക എന്ന് പറഞ്ഞതിന്റെ തുടക്കം അള്ളാഹുവിന്റെ ഹബീബ് ഈ ഭൂമിയിൽ ജനിക്കുക എന്നതാണ്. അതുണ്ടായത് ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ജനിപ്പിച്ചത് നമ്മൾ ജനിച്ചതുപോലെയല്ല. നേരെ മറിച്ച് ആലമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലോകം എന്നല്ല, നേരെ മറിച്ച് സർവ്വ ലോകങ്ങളും എന്നാണ്. അപ്പം മനുഷ്യലോകം മാത്രല്ല, എല്ലാ ജീവിലോകവും, സസ്യലോകവും, വാനലോകവും, അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് എന്തൊക്കെ ലോകങ്ങൾ ഇവിടെ ലോകങ്ങളെ വേർതിരിച്ച് നമുക്ക് പറയാനുണ്ടോ? അങ്ങനെ നമ്മുടെ അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതുമായ എല്ലാ ലോകങ്ങൾക്കും കാരുണ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അയച്ചു. അപ്പൊ ആ അയച്ചതിനാണ് നാം മുൻഗണന കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അയച്ചതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ ആ ദിവസത്തെ ആഘോഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനെ നമ്മൾ ആഘോഷിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തേക്ക് വന്നപ്പോ
മുഅ്മിനീങ്ങൾക്ക് സന്തോഷിക്കാൻ അതിൽ വകുപ്പുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു. ആ സന്തോഷത്തിന്റെ വകുപ്പ് ഈ പ്രപഞ്ചത്തിൽ തുടങ്ങിയത്, ഈ ഭൂമി ലോകത്ത് തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനമാണ് അതിന്റെ ആരംഭം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജനനം നമ്മൾ ആഘോഷിക്കുന്നു. പിന്നെ നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായിട്ടുണ്ട്, അതിന് വലിയ ദുഃഖം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റസൂലുള്ള ജനിച്ച സന്തോഷത്തിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ദുഃഖത്തിന് അത്ര വലിയ വലിപ്പമുണ്ടാവില്ല. കാരണം എന്താ? ജനിച്ച സന്തോഷം റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷം ഈ ലോകത്ത് നിലക്കാണ്, അല്ലേ? വഫാത്തുണ്ടായി എന്നത് ശരിയാണ്. പക്ഷെ ആ വഫാത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ശരീരം പരിശുദ്ധ മദീനയിലെ റൗളയിലുണ്ട്. അവിടുന്ന് ഖബറിൽ അവിടത്തേക്ക് ഹയാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന കാലത്ത് അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിയിലെ സാന്നിധ്യം അവിടുത്തെ ഹയാത്തിന്റെ കാലത്തും വഫാത്തിന്റെ ശേഷവും ഈ ഉമ്മത്തിന് കാവലായി ഈ ഭൂമി ലോകത്ത് ഉണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം അത് വലിയ സന്തോഷത്തിന് വകുപ്പുള്ളതാണ്. എന്നാൽ അവിടുത്തെ വഫാത്ത് ദുഃഖത്തിന് വകുപ്പുണ്ടെങ്കിൽ പോലും ജനനത്തിന്റെ സന്തോഷത്തോളം വലുതല്ല വഫാത്തിന്റെ ദുഃഖം. കാരണം വഫാത്തിന്റെ ശേഷവും അവിടുന്ന് ഹയാത്തിലുണ്ട്. മാത്രമല്ല ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. വഫാത്ത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് ജനനമാണല്ലോ ഉണ്ടായത്. ആ ജനനം ഉണ്ടായതാണ് വഫാത്തിന്റെ ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം ഈ ലോകത്തിന് കിട്ടാനുള്ള കാരണം. അപ്പൊ വഫാത്തിന്റെ പേരിൽ ദുഃഖാചരണം നടത്തുക എന്നതാണെങ്കിലോ ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മരണപ്പെട്ടതിന്റെ പേരിൽ ദുഃഖാചരണം നടത്തുക എന്നത് ഇസ്ലാമിലില്ല. 3 ദിവസമേ ദുഃഖം ഉണ്ടാകാൻ പാടുള്ളൂ എന്നും മാത്രമല്ല അതിലേറെ ദുഃഖമുണ്ടാകേണ്ടത്, ദുഃഖാചരണം നടത്തേണ്ടത് ഭർത്താവ് മരിച്ചാൽ ഭാര്യയാണ് എന്നും അതും 4 മാസവും 10 ദിവസവുമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുഃഖം ആചരിക്കുക എന്നല്ല, നേരെ മറിച്ച് അവരെ അനുസ്മരിക്കപ്പെടുന്ന ഒരു ദിവസമായി ആ ദിവസത്തെ കണ്ട് അന്നേ ദിവസം അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ ഭക്ഷണം ദാനം ചെയ്ത് അതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുകയും അതുപോലെ തന്നെ അവരെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ പ്രഭാഷണങ്ങളും മറ്റു പരിപാടികളും നടത്തി സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഏറ്റവും എടുത്തു പറയാൻ നല്ലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ആണ്. മാത്രല്ല സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ചരിത്രം നബിദിനാഘോഷത്തിൽ പറയലില്ലേ? പക്ഷെ വഫാത്ത് ആഘോഷിക്കാൻ ആരെങ്കിലും പറയോ സുഹൃത്തെ? അങ്ങനെയാണോ? വഫാത്ത് ആഘോഷിക്കലുണ്ടോ? എന്നാ വഫാത്ത് ദുഃഖിക്കുക എന്ന് പറഞ്ഞു കാണുന്ന ഒരു പരിപാടി ഇസ്ലാമിലുണ്ടോ? അതൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ദുഃഖാചരണ പരിപാടി ഇസ്ലാമിലില്ല. അതേ സ്ഥാനത്ത് സന്തോഷിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സന്തോഷിക്കാനാണ്. ആ സന്തോഷ പ്രകടനം നടത്തേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്ന് മാത്രം വളരെ ചുരുക്കി പറഞ്ഞ് ഞാൻ വയ്ക്കും.